ഇനി അടുത്തത് റിലേഷണൽ ജോയിൻ ആണ്. റിലേഷണൽ ജോയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മാക്സിമം മിനിമം ഓപ്പറേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ മാക്സിമം മിനിമം കോമ്പോസിഷൻ പറഞ്ഞില്ലേ, മാക്സിമം മിനിമം കോമ്പോസിഷനിൽ നമ്മളെന്താണ് XR ഓഫ് XZ ആണ് കണ്ടുപിടിച്ചത്. അതായത് ഒരു പെയറാണ്. പക്ഷേ റിലേഷണൽ ജോയിനിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ട്രിപ്പിൾസ് ആണ്. XYZ വരും, 3 വരും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫസി റിലേഷൻ P ഓഫ് XY എടുത്ത് അതുപോലെ തന്നെ Q ഓഫ് YZ എടുത്ത്, അപ്പോൾ റിലേഷണൽ ജോയിൻ ഡിനോട്ട് ചെയ്യുക P സ്റ്റാർ Q എന്നാണ്. നമ്മൾ നേരത്തെ കോമ്പോസിഷൻ P ഓഫ് Q എന്ന് പറഞ്ഞ പോലെ റിലേഷണൽ ജോയിൻ P സ്റ്റാർ Q ആണ്. P സ്റ്റാർ Q അതായത് R ഓഫ് XYZൻ്റെ P കാണണമെങ്കിൽ P സ്റ്റാർ Q ആണ് കാണേണ്ടത്. R കാണണമെങ്കിൽ P സ്റ്റാർ Q. P സ്റ്റാർ Q കാണുന്നത് മിനിമം ഓഫ് P ഓഫ് XY Q ഓഫ് YZ ആണ്. നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഇതെടുത്ത് X എടുത്തു, ഒരു Y എടുത്തു, ഒരു Z എടുത്തു. Xൽ 1 2 3 എടുത്തു, Yൽ ABC എടുത്തു, Zൽ ആൽഫ ബീറ്റ എടുത്തു. ഇതിൽ 1 നിന്ന് Aയിലേക്ക് പോകുന്നത് 0.7 എന്നുള്ളൊരു വാല്യൂ കൊടുത്ത് 1 നിന്ന് Aയിലേക്ക് 0.7, എന്ന് ആൽഫയിലേക്ക് 0.6, അതുപോലെ തന്നെ 1 നിന്ന് Aയിലേക്ക് 0.7ഉം എന്ന് ബീറ്റയിലേക്ക് 0.8ഉം ആണ്. അതുപോലെ പിന്നെ 1 നിന്ന് ബിയിലേക്ക് പോകുന്നുണ്ട്. 1 നിന്ന് ബിയിലേക്ക് 0.5, ബിന്ന് പോകുന്നത് ബീറ്റയിലേക്കാണ്. ബിന്ന് ബീറ്റയിലേക്ക് 1. അതുപോലെ നമ്മൾ എല്ലാ വാല്യൂ ഇതുപോലെ എഴുതുന്നു. ഇതാ 1 നിന്ന് എയിലേക്ക് 0.7, ആടുന്ന് ആൽഫയിലേക്ക് 0.6. അതുപോലെ നമ്മൾ ഇതാ ഈ വെൻ ഡയഗ്രാം വെച്ചിട്ട് ഈ വാല്യൂസ് എഴുതുന്നു, XYZലുള്ള വാല്യൂസ് എഴുതുന്നു. എന്നിട്ട് നമുക്ക് കാണേണ്ടത് മിനിമം വാല്യൂ ആണ്. മിനിമം ഓഫ് P ഓഫ് XY Q YZ ആണ് എന്ത് റിലേഷണൽ ജോയിൻ. അത് കാണണമെങ്കിൽ ഇപ്പം 1 നിന്ന് Aയിലേക്ക് നമ്മൾ 0.7, എന്ന് ആൽഫയിലേക്ക് 0.6, ഈ 2 വാല്യൂവിൻ്റെ മിനിമം എടുക്കുക 0.6 ആണ്. ഇനി അതുപോലെ 1 നിന്ന് Aയിലേക്ക് 0.7, എന്ന് ബീറ്റയിലേക്ക് 0.8 ആണ്. അപ്പോൾ ഇതിൻ്റെ മിനിമമാണ് 0.7. അതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെയും ഈ മിനിമമായിട്ട് കിട്ടുന്ന ഈ വാല്യൂ ആണ് റിലേഷണൽ ജോയിൻ ആയിട്ട് പറയുന്നത്. ഇതാണ് റിലേഷണൽ ജോയിൻ. നമുക്കത് ഇതിൻ്റെ കോമ്പോസിഷൻ കൂടിയും കാണാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ മാക്സിമം മിനിമം കോമ്പോസിഷൻ ഇല്ലേ, ഇതിൻ്റെ കോമ്പോസിഷനും കൂടിയും കാണാം. കോമ്പോസിഷൻ കാണുമ്പോൾ നമുക്ക് Y ഉണ്ടാവില്ല, XZ വെച്ചിട്ടാണ് കാണാം. അപ്പോൾ XZ, ഇപ്പോൾ ഇതിൽ 1 നിന്ന് ആൽഫയിലേക്ക് ഉണ്ട്, 1 നിന്ന് ആൽഫയിലേക്ക് അത് കൊടുത്തു 1 ആൽഫ. ഇനി 1 നിന്ന് ബീറ്റയിലേക്ക് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 ബീറ്റ കൊടുത്ത് 2 ആൽഫ കൊടുത്ത് 2 ബീറ്റ കൊടുത്ത്, അതുപോലെ തന്നെ 3 ആൽഫ ഇല്ല, 3 നിന്ന് ബീറ്റയിലേക്കുള്ളൂ, ആൽഫയിലേക്കുള്ള റിലേഷൻ ഇല്ല. അപ്പോൾ 3 ബീറ്റ കൊടുത്ത് 4 അതുപോലെ തന്നെ 4 ബീറ്റ, 4 നിന്ന് ബീറ്റ, Xഉം Zഉം ഇതുപോലെ കൊടുത്തിട്ട്, ഇപ്പോൾ 1 നിന്ന് ആൽഫയിലേക്കുള്ള വാല്യൂ 1 ഉള്ളൂ. 1 നിന്ന് ആൽഫയിലേക്ക് 0.7ഉം 0.6ഉം അല്ല, 1 നിന്ന് ആൽഫയിലേക്ക് 0.6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 0.6 ആണ് നമ്മളെ കോമ്പോസിഷനിൽ മാക്സിമം മിനിമമായിട്ട് വരിക. ഇനി 1 നിന്ന് ബീറ്റയിലേക്ക് 0.7ഉം ഉണ്ട്, അതുപോലെ തന്നെ 1 നിന്ന് ബീറ്റയിലേക്ക് 0.5ഉം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മാക്സിമാണ് കോമ്പോസിഷനിൽ വരിക. 1 നിന്ന് ബീറ്റയിലേക്ക് 0.7 എടുത്ത്, ഇനി 2 നിന്ന് ആൽഫയിലേക്ക് എന്ത് വരും, 2 നിന്ന് ആൽഫയിലേക്ക് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, 0.6 കൊടുത്തു. ഇനി 2 നിന്ന് ബീറ്റയിലേക്ക് ഒരു വാല്യൂ തന്നെ ഉള്ളൂ, 0.8, അത് കൊടുത്ത്. 3 നിന്ന് ബീറ്റയിലേക്ക് ഇത് മാത്രമേ ഉള്ളൂ, 1 മാത്രം, 1 കൊടുത്ത്. 4 നിന്ന് ബീറ്റയിലേക്ക് 0.4ഉം ഉണ്ട്, 0.3ഉം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മാക്സിമം 0.4 കോമ്പോസിഷനിൽ കൊടുത്ത്. അപ്പോൾ ഇതാണ് എന്ത് കോമ്പോസിഷൻ. അതായത് കോമ്പോസിഷനെ ഡിനോട്ട് ചെയ്യുക R P ഓഫ് Q ആണ്. അത് കാണുമെങ്കിൽ മിനിമം ഓഫ് P ഓഫ് Q ആണ്.